യുഐയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസാ നബി അലൈഹി സ്വലാം യേശു ക്രിസ്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വീക്ഷണങ്ങൾ നിലവിലുണ്ട്. അതിൽ യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് ക്രൂശിച്ചു എന്ന യഹൂദ വിശ്വാസം, അതേപോലെ യേശു ക്രിസ്തു പാപികളായ മനുഷ്യർക്ക് വേണ്ടി കുരിശിലേറ്റപ്പെട്ടുവെന്നും അതിലൂടെ മനുഷ്യരുടെ പാപങ്ങൾ ആ യേശുവിൽ വിശ്വസിക്കുന്നതോടുകൂടി പൊറുക്കപ്പെട്ടുവെന്നും വിശ്വസിക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾ, അതേപോലെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു ആ സമയം പിലാത്തോസിൻ്റെ പടയാളികൾ യഹൂദർ യേശുവിനെ കള്ളപ്രവാചകൻ എന്ന് വിളിച്ചപ്പോൾ അത് രാജാവായ പിലാത്തോസ് അദ്ദേഹത്തിൻ്റെ പടയാളികൾ യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി കുരിശിൽ തറക്കാൻ പദ്ധതി തയ്യാറാക്കിയപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നും ആ പ്രാർത്ഥന അള്ളാഹു കേട്ടുവെന്നും അങ്ങനെ അള്ളാഹു ഈസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹുവിലേക്ക് ഉയർത്തി എന്നുമാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. എന്നാൽ ചില തൽപര കക്ഷികൾ യേശു ക്രിസ്തു അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാം ഉയർത്തപ്പെട്ടിട്ടില്ല, എന്നാൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന രൂപത്തിൽ ചില പ്രചരണങ്ങൾ നടത്തുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് ഖുർആൻ അതിശക്തമായ ഭാഷയിൽ സൂറത്തുൻ നിസായിൽ 157 വചനത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അവിടെ പറയുന്നത് വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാക്കിൻ ശുബ്ബിഹ ലഹും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടില്ല, അവർക്കങ്ങനെ തോന്നുക മാത്രമാണ് ചെയ്തത് എന്ന് ഖുർആനിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അവിടെ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നുണ്ട് ബർറഫ അല്ലാഹു ഇലൈഹി, അള്ളാഹുയിലേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്തത് എന്നും പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് തന്നെ മതി ധാരാളമായിട്ടും ഈസാ നബി അലൈഹിസ്സലാം യഹൂദരുടെ പിടിയിൽ നിന്ന് അല്ലെങ്കിൽ പിലാത്തോസിൻ്റെ പടയാളികളുടെ പിടിയിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷിച്ച് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ. കാരണം വ്യാപകമായി വിശ്വസിക്കപ്പെടുന്ന ഒന്നാണ് ആ സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ സമയത്ത് ഒരു ക്രൂശീകരണം നടന്നു എന്നുള്ളത്. അപ്പോൾ ആ ക്രൂശീകരണം നടന്ന സമയത്ത് ക്രൂശീകരണം നടന്നിട്ടുണ്ടാവും പല രൂപത്തിൽ, പല സ്ഥലങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്, സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്, ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ക്രൂശീകരണം എന്നുള്ളത് യഹൂദരുടെ ഒരു നടപടി കൂടിയായിരുന്നു കുരിശിൽ തറക്കുക എന്നുള്ളത്. ചില കുറ്റകൃത്യം ചെയ്തവരെ, പാവം ചെയ്തവരെയൊക്കെ കുരിശിൽ തറക്കുക എന്നുള്ളത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ ഒരു കള്ളപ്രവാചകൻ എന്ന് മുദ്ര കുത്തിക്കൊണ്ട് കുരിശിൽ തറക്കാൻ പദ്ധതി തയ്യാറാക്കി. അങ്ങനെ യേശുവിൻ്റെ അടുത്തേക്ക്, ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് പടയാളികൾ വരുന്ന സമയത്ത് ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അവിടെ ഒരു കുരിശിൽ തറക്കുന്ന സംഭവം അരങ്ങേറുന്നുണ്ട്. ആ അരങ്ങേറുന്നുണ്ട് എന്നുള്ളത് ഈ ഖുർആൻ്റെ വാക്യങ്ങളിൽ നിന്ന് തന്നെ കിട്ടും എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവൻ പറയുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വമാ ഖതലൂഹു, അദ്ദേഹത്തെ കൊന്നിട്ടില്ല, വമാ സ്വലബൂഹു, അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് വലാക്കിൻ ശുബ്ബിഹ ലഹും, അങ്ങനെ അവർക്ക് തോന്നുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ ശുബ്ബിഹ എന്ന് പറഞ്ഞാൽ റിസംബ്ലൻസ് അല്ലെങ്കിൽ ഒരു ഫാൾസ് റിസംബ്ലൻസ് ആണ്. അവ നമുക്ക് ഒരു സംഗതി യാഥാർത്ഥ്യമായി തോന്നുകയും എന്നാൽ അത് യഥാർത്ഥത്തിൽ ഒരു ഫേക്കായി നടക്കുകയും ചെയ്യുന്ന സംഗതിയാണ്. സത്യത്തിൽ അത് സത്യമല്ല, അവിടെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഫേക്കാണ്, എന്നാൽ കാണുന്നവർക്ക് അത് യാഥാർത്ഥ്യമായി തോന്നുകയും ചെയ്യുക. ഇതാണ് ശുബഹാത്ത്, ശുബ്ബിഹ ലഹും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശുബ്ബിഹ എന്നുള്ളത് പാസീവ് വോയിസ് ആണ്, ഷബഹ എന്നുള്ളതിൻ്റെ പാസീവ് വോയിസ് ആണ് ശുബ്ബിഹ എന്ന് പറയുന്നത്. അപ്പോൾ പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ അത് അവർക്കങ്ങനെ തോന്നിക്കപ്പെട്ടു, ഒരു സദൃശ്യമായ രൂപത്തിൽ തോന്നിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ തോന്നിക്കപ്പെടണമെങ്കിൽ പാസീവ് വോയിസ് ആകുമ്പോൾ അവിടെ ഒരു എക്സ്റ്റേണൽ ആക്ഷൻ നടന്നിരിക്കണം. അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അവർക്ക് ഒരു ക്രൂശീകരണം, ഒരാളെ കുരിശിൽ തറക്കുന്നതായിട്ട് അവർ കണ്ടിട്ടുണ്ട്, അങ്ങനെ തോന്നിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് യഥാർത്ഥ സംഗതി അല്ല, അതൊരു ഫേക്കാണ് എന്നതാണ് ഈ ശുബ്ബിഹ ഷബഹ എന്നുള്ള വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. അറബിയിൽ ആ വാക്കിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ശുബഹാത്തുകൾ എന്നൊക്കെ, മനുഷ്യൻ തിന്മയിലേക്ക് ആകർഷിക്കപ്പെടാൻ ശുബഹാത്തുകൾ എന്നൊക്കെ പറയുന്നത് അതാണ്. കാരണം ഒരു സംഗതി നമുക്ക് നന്നായി തോന്നും, എന്നാൽ യഥാർത്ഥത്തിൽ നമുക്കത് ദോഷം ചെയ്യുന്നതായിരിക്കും, ഒരു ഫേക്കായിരിക്കും, നമ്മളത് സത്യമെന്ന് വിചാരിച്ച് അതിൻ്റെ കൂടെ പോകും. ഇതിലാണ് ശുബഹാത്തുകളിൽ പെട്ടുപോകുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ശുബ്ബിഹ എന്ന് പറഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ ഒരു സംഭവം നടന്നു, എന്നാൽ അത് ഫേക്കാണ്, അതിൽ അവർ അങ്ങനെ വിശ്വസിച്ചു, അങ്ങനെ അവർക്ക് തോന്നി എന്ന് പറയുമ്പോൾ അവിടെ ആരോ ഒരാൾ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അത് ഈസാ നബി അലൈഹി സ്വലാം അല്ല എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. പിന്നെ എന്തുകൊണ്ട് പാസീവ് വോയിസ് ആണെങ്കിൽ എന്തുകൊണ്ട് ആ ആളെ
എന്തുകൊണ്ട് അതിൻ്റെ മുമ്പോ ശേഷമോ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഒരു നരേറ്റീവും അതൊരു ഓർഡറിൽ പറഞ്ഞു പോകുന്ന രീതി അല്ല പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ്റെ നരേറ്റീവ് എന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ നരേറ്റീവാണ്. അത് ഒരു കഥ പറഞ്ഞു പോകുകയല്ല, ഒരു ചരിത്രം പറഞ്ഞു പോകുകയല്ല. അപ്പോൾ സുവിശേഷങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇപ്പോൾ യോഹന്നാൻ, മത്തായി, മാർക്കോസ്, പിന്നെ ലൂക്കോസിൻ്റെയൊക്കെ സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ അതിങ്ങനെ കഥ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ബൈബിൾ പുസ്തകങ്ങൾ എടുത്താൽ, ന്യായപ്രമാണങ്ങൾ എടുത്താൽ, എല്ലാം പഞ്ചപുസ്തകങ്ങൾ എടുത്താലൊക്കെ കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ നബിമാരുടെ, പ്രവാചകന്മാരുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ഓർഡറിൽ. പക്ഷെ അങ്ങനെ ഒരു ചരിത്ര ഗ്രന്ഥം, ഒരു ഓർഡറിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു ഗ്രന്ഥമൊന്നുമല്ല പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് എന്താണോ പ്രസക്തി, അത് മനുഷ്യൻ്റെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ ജീവിതത്തിൽ പുലർത്തേണ്ട സന്മാർഗ ദർശനവുമായി ബന്ധപ്പെട്ട സംഗതികളിൽ എന്താണോ ഫോക്കസ് ചെയ്യേണ്ടത് അത് മാത്രം ഫോക്കസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഖുർആൻ്റെ പ്രതിപാദന രീതി. അതുകൊണ്ട് തന്നെ അതിന് ഒരു ക്രൊണോളജിക്കൽ ഓർഡർ എവിടെയും അതിന് നമുക്ക് കാണാൻ കഴിയില്ല. അതൊരു നോൺ ലീനിയർ നരേഷനാണ്. അപ്പോൾ നോൺ ലീനിയർ നരേഷൻ എന്നുള്ളത് ഇന്ന് സാഹിത്യ ലോകത്തൊക്കെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ അടുത്താണ് കേരളത്തിൽ DC ബുക്സ് പുറത്തിറക്കിയ ബെന്യാമിൻ്റെ തരകൻസ് ഗ്രന്ഥവരി എന്നാണ് അതിൻ്റെ ടൈറ്റിൽ നിന്ന് എനിക്ക് ഓർമ്മ. അങ്ങനെ ഒരു പുസ്തകം ഇറങ്ങണം. ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വലിയ പ്രൊമോഷണൽ ക്യാമ്പയിനൊക്കെ ആയിട്ടാണ് ആ പുസ്തകം പുറത്തുനിന്ന്. പുസ്തകത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ നോൺ ലീനിയർ നരേഷനാണ്. കാരണം അതിൽ 10-30 ചാപ്റ്റർ ഉണ്ട്, അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽ അത് എവിടുന്ന് വായിച്ചാലും അതിൻ്റെ പൂർണ്ണമായ കഥ നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞത്. കാരണം അതൊരു നോൺ ലീനിയർ നരേഷനാണ്. അപ്പോൾ ഖുർആൻ ഒരു നോൺ ലീനിയർ നരേഷൻ, അത് അങ്ങനെ ഒരു ഓർഡറിലല്ല, പക്ഷേ അതിൽ മനുഷ്യന് സന്മാർഗ ദർശനം നൽകാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ഖുർആൻ. അപ്പോൾ മനുഷ്യന് സന്മാർഗം നൽകപ്പെടേണ്ട സംഗതികളെക്കുറിച്ച് പറയുമ്പോൾ അതിനെന്തൊക്കെയാണോ വേണ്ടത് അതാണ് അവിടെ ഓരോ സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ യഹൂദർ ഞങ്ങൾ അദ്ദേഹത്തെ കുരിശിലേറ്റി എന്ന് പറയുമ്പോൾ ഇല്ല, നിങ്ങൾ അദ്ദേഹത്തെ കുരിശിലേറ്റിയിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നുക മാത്രമാണ് ചെയ്തത്, പകരം നിങ്ങൾ കുരിശിലേറ്റി ഇന്ന ആളെയാണ് എന്നൊന്നും ഖുർആൻ പറയാത്തത് അത് ഖുർആൻ്റെ ഒരു ഫോക്കസ് പോയിൻ്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പാസീവ് വോയിസ് ആണ്. അവിടെ മറ്റൊരു സംഭവം നടന്നിട്ടുണ്ട്, മറ്റാരോ കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ട്. ഖുർആനെ സംബന്ധിച്ച് അത് പ്രധാനമല്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത വചനത്തിൽ 158-ാമത്തെ വചനത്തിൽ സൂറത്തുൻ നിസായിൽ പറയുന്നുണ്ട് ബർ റഫ അല്ലാഹു ഇലൈഹി, അള്ളാഹുയിലേക്ക് ഉയർത്തപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ റഫ എന്നുള്ളത് ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. അള്ളാഹു ഉയർത്തപ്പെട്ടു. പിന്നെ ഇലൈഹി അള്ളാഹു ഉയർത്തി, ഇലൈഹി അവനിലേക്ക് ഉയർത്തി. അപ്പോൾ ഇത് റഫ അള്ളാഹു ഇലൈഹി എന്ന് പറയുമ്പോൾ അള്ളാഹു അദ്ദേഹത്തെ പദവികളിൽ ഉയർത്തി എന്നാണ് ചില ആളുകൾ പറയുന്നത്. പദവികളിൽ ഉയർത്തി, അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തി. അങ്ങനെ പല പ്രവാചകന്മാരെ കുറിച്ചും അവരെ പദവികൾ ഉയർത്തിയതായിട്ട് പറയുന്നുണ്ട് എന്നൊക്കെയാണ് അവരുടെ വാദങ്ങൾ. പക്ഷേ റഫ അള്ളാഹു ഇലൈഹി, റഫ എന്ന് പറഞ്ഞാൽ അത് പിന്നെ ആ ബോഡിയോട് കൂടി തന്നെ ഫിസിക്കലി മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് തന്നെ അത് ഉയർത്തപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അഹ്ലു സുന്നയുടെ വിശ്വാസം. കാരണം റഫ എന്നുള്ളതിന് ആ രൂപത്തിലും അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. കാരണം പദവികൾ ഉയർത്തിയെന്നും അതിന് പറയും. അതേപോലെ തന്നെ ഒന്നായിട്ട് ഉയർത്തുന്നതിനും ഒന്നടങ്കം ഒരു സാധനം ഉയർത്തുന്നതിനും റഫ എന്ന് പറയും. അപ്പോൾ റഫ അള്ളാഹു ഉയർത്തി, ഇലൈഹി അവനിലേക്ക്. അപ്പോൾ ഇലൈഹി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ഉണ്ട്, ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ്. ആ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് അള്ളയാണ്, അള്ളാഹുവിലേക്ക്. അപ്പോൾ ആ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് വരെ ഉയർത്തി, അങ്ങോട്ട് ആണ് അതിൻ്റെ ഒരു ഡയറക്ഷൻ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഉയർത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹുവിലേക്ക് ഉയർത്തി. അപ്പോൾ അള്ളാഹുവിലേക്ക് ഉയർത്തി എന്ന് പറയുമ്പോൾ അവിടെ ആകാശം എന്ന് പറയണില്ലല്ലോ എന്നുള്ളതാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അറിയാം അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ ഫിസ്സമാ, അള്ളാഹു ആകാശത്താണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അതങ്ങനെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു എന്നിലേക്ക് ഉയർത്തി, അള്ളാഹുവിലേക്ക് ഉയർത്തി എന്ന് പറയുമ്പോൾ ആകാശത്തിലേക്ക് ഉയർത്തി എന്ന് തന്നെയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. ഈ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉയർത്തലുമായി ബന്ധപ്പെട്ട് സൂറത്ത് ആലിമ്രാനിൽ ഈ വിഷയം പറയുന്നുണ്ട്. ആലിമ്രാനിലെ പിന്നെ 55-ാമത്തെ ആയത്തിൽ മുത്തവഫീക എന്ന് പറയുന്നുണ്ട്, അദ്ദേഹത്തെ പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഈ സംഭവം പറയുന്നത് മുത്തവഫീക വറാഫിയൊക്കെ ഇലയ്യ, അദ്ദേഹത്തെ പൂർണ്ണമായി ഞാൻ ഏറ്റെടുക്കുകയും അദ്ദേഹത്തെ എന്നിലേക്ക് ഉയർത്തുകയും, വറാഫിയൊക്കെ ഇലയ്യ, അവിടെയും ഒരു ഇലയ്യ അവനിലേക്ക്, അവിടെ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യാണ്, അതിലേക്കാണ് ഉയർത്തുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആരിലേക്ക്? അള്ളാഹുവിലേക്ക്. അള്ളാഹു ഇവിടെ ആകാശത്തിലേക്ക് ഉയർത്തുന്നു, ഈസാ നബി അലൈഹി സ്വലാമിനെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പൂർണ്ണമായും
ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഉയർത്തി എന്ന് തന്നെ നമുക്കിത് മനസ്സിലാവും. അപ്പോൾ ഇത് വേറെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുരിശിലേറ്റിന് പകരം പിന്നെ വേറൊരാളെ കുരിശിലേറ്റി എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് മോശമല്ലേ, അല്ല എങ്ങനെയാണ് അങ്ങനെ ചെയ്യുക? വലാത്തിസിറു വാജിറത്തും വിസറു ഉഹറ, ഒരാളുടെ പിന്നെ പാപത്തിൻ്റെ ഫലം മറ്റേ ആൾ അനുഭവിക്കേണ്ടതില്ലല്ലോ എന്നല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ബൈബിൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം ഒരു പക്ഷേ ഇപ്പോൾ ശക്തമായ പ്രബലമായ ഒരു അഭിപ്രായം യൂദാസിനെ കുരിശിലേറ്റി എന്നാണ്. അത് ശരിയോ തെറ്റോ എന്തോ ആവട്ടെ, പക്ഷേ ഖുർആൻ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ബൈബിൾ മുഖേന അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങൾ മുഖേനയൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പക്ഷേ യൂദാസിനെ കുരിശിലേറ്റിയതാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ യൂദാസിനെ ആണെന്ന് വെക്കുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെന്ന് വെക്കുക. ഇപ്പോൾ യൂദാസിനെ ആണെങ്കിൽ ആരാണെങ്കിലും അവരതിന് അർഹരായിരിക്കും. അവരെ കുരിശിലേറ്റപ്പെടാൻ അർഹരായതുകൊണ്ടായിരിക്കും അള്ളാഹുവിൻ്റെ തന്ത്രം ആ രൂപത്തിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ യൂദാസിനാണെങ്കിൽ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 27-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാം യൂദാസ് 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റ കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു പക്ഷേ ആ ഒറ്റ കൊടുത്തതിൻ്റെ ഫലമായി പിന്നെ അതിൻ്റെ പിന്നെ ഒരു പിന്നെ ഫലമായിട്ടായിരിക്കാം യൂദാസ് കുരിശിലേറ്റപ്പെടുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ അത് എന്തോ ആവട്ടെ, ആരാണെങ്കിലും ഒരു പക്ഷേ അത് അള്ളാഹു അത്തരത്തിലൊരു തന്ത്രം പ്രയോഗിക്കുന്നത് അത് അവരതിന് അർഹരായത് കൊണ്ടായിരിക്കും. ഈസാ നബി അലൈഹി സ്വലാം രക്ഷപ്പെടാനും അർഹനായത് കൊണ്ടായിരിക്കും. അപ്പോൾ സൂറത്ത് ആൽ ഇംറാനിൽ ഈ ആയത്ത് 55-ാമത്തെ ആയത്ത് പറയുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ സംഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല 54-ാമത്തെ ആയത്തിൽ പറയുന്നത് വമക്കറു വമക്കറല്ലാഹു വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അവർ ഒരു തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹുവും ഒരു തന്ത്രം പ്രയോഗിച്ചു. അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നവരിൽ അള്ളാഹു നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു എന്ന് നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഒരു നല്ല ഒരു തന്ത്രമാണ്. അത് പൂർണ്ണമായും മുത്തവഫീക ഈസാ നബി അലൈഹി സ്വലാമിനെ പൂർണ്ണമായും ഏറ്റെടുക്കുന്നതും അള്ളാഹുവിലേക്ക് ഉയർത്തുന്നതും ഒക്കെ. അപ്പോൾ ഈ ഉയർത്തുക എന്നുള്ളത് പിന്നെ അത് പദവികൾ ഉയർത്തി എന്നാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിപാദിക്കുന്ന ഒരുപാട് സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അന്ത്യനാളോടടുക്കുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരുന്നതും അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഗതികൾ സ്വഹീഹായ ഹദീസുകളിൽ വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെയൊക്കെ പിന്നെ ഹദീസുകളിൽ നമ്മൾ കാണുന്നത് പിന്നെ ഈസബിന് മറിയമിനെ ഫഅൻസല എന്നാണ് പറയുന്നത്. ഫഅൻസല മിനാരത്തി, ഈ പിന്നെ ദമസ്കസിലെ ഈ വെള്ള മിനാരമുള്ള പള്ളിയുടെ മുകളിലേക്ക് അൻസല അദ്ദേഹത്തെ ഇറക്കി എന്ന അൻസല എന്നുള്ള വാക്കാണ് നമ്മൾ കാണുക. അപ്പോൾ അൻസല എന്ന് ഹദീസിൽ പറയുമ്പോൾ ഒരാളെക്കുറിച്ച് പറയുകയാണ് അയാളെ റഫ ഉയർത്തി, പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ഞാൻ അയാളെ അൻസല ഇറക്കും എന്ന് പറയുമ്പോൾ ഞാൻ അയാളെ പദവിയിൽ ഉയർത്തി, ഇനി ഞാൻ അന്ത്യനാളാകുമ്പോൾ അയാളെ പദവി താഴ്ത്തും എന്നാണ് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. അല്ലല്ലോ, അദ്ദേഹത്തെ ഒന്നാടങ്കം അള്ളാഹുവിലേക്ക് ഉയർത്തുകയും ഇനി അന്ത്യനാളോടാകുമ്പോൾ അദ്ദേഹത്തെ ഇറക്കുകയും അൻസല ഇറക്കുകയും ചെയ്യും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇറങ്ങി വരുന്നതെന്ന് പറയുന്നുണ്ട്. ആ ദമസ്കസിലെ വെള്ളമിനാരത്തിൻ്റെ ആ പള്ളിയിലേക്ക് 2 മലക്കുകളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരുന്നത് എങ്ങനെയാണെന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഉയർത്തിയത് കൊണ്ടാണ് ഇറക്കുന്നത് എന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് കൃത്യമായിട്ടും മുസ്ലിങ്ങൾ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം എന്നുള്ളത് ഈസാ നബി അലൈഹി സ്വലാം ഈ ക്രൂശീകരണത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് അഭയം തേടുകയും അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുകയും ഈസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ടൊരു തന്ത്രം പ്രയോഗിക്കുകയും അവർക്ക് ആ ക്രൂശീകരണം നടന്നത് അങ്ങനെ തോന്നിപ്പിക്കുകയും ചെയ്യുകയും ഇനി അന്ത്യനാളോടടുക്കുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിനെ വീണ്ടും ഭൂമിയിലേക്ക് ഇറക്കുകയും ചെയ്യും. ഇതാണ് മുസ്ലിങ്ങൾ ഈ വിഷയത്തിൽ വിശ്വസിക്കുന്നത്. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.